Amen.
ദൈവമേ
എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ച് തന്നിരിക്കുന്നവരും നിങ്ങളെ തന്നെയും താൻ സ്വന്തം രംഗത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടത്തുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ നമ്മുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കുകയും ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുവന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുകയും നിങ്ങൾക്ക് ആത്മീയ വർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭ്രമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ ആവശ്യങ്ങൾക്കും എന്നോട് കൂടെ ഉള്ളവർക്ക് വേണ്ടിയും ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയുമാണ് വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും തുതിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലിനടുത്ത് വരെ അവനോടുകൂടെ വന്ന് അവനെ യാത്ര അയച്ചു. ഹബീബായി പാർക്കുമോ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അവഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവന്മാരും താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ്. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു.
വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായേലിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർന്നു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ആഹായി പാർക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ മലർത്തമായ ലോകത്തിന്റെ വേണ്ടി പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധമത്തായ സുവിശേഷനായി നിന്നത് നമ്മുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. ചെയ്തു, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സമാധാനമല്ല, വാഹമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ മകനെ അപ്പനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ആക്കി തീർക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഒരുവരെ ശത്രുക്കളുടെ വീട്ടുകാർ തന്നെയാകും. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവരും എനിക്ക് ചേരുന്നവനല്ല. തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും എനിക്ക് ചേരുന്നവനല്ല. സ്വന്തം ജീവൻ സുരക്ഷിതമാക്കുവാൻ നോക്കുന്നവനത് നഷ്ടപ്പെടുത്തും. എന്നാൽ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവനത് നേടും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയും സ്വീകരിക്കുന്നു. പ്രവാചകന്റെ നാമത്തിൽ ഒരു പ്രവാചകനെ സ്വീകരിക്കുന്നവൻ പ്രവാചകന്റെ പ്രതിഫലം പ്രാപിക്കും. നീതിമാന്റെ നാമത്തിൽ നീതിമാനെ സ്വീകരിക്കുന്നവൻ നീതിമാന്റെ പ്രതിഫലം പ്രാപിക്കും. ആരെങ്കിലും ശിഷ്യൻ എന്ന രീതിയിൽ ചെറിയൊരുവനെ ഒരു പാത്രം കച്ചവടമെങ്കിലും കുടിക്കുവാൻ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ലെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ും
നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാത്ത യോഗ്യരായി തീരണമേ. തന്റെ ശരീരം കുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തന്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്റെ ദുർഗനാഥിൽ നമുക്ക് അവകാശപ്പെടുത്തരികയും ചെയ്ത ഉത്തമനായ കർത്താവിനെ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനകൾക്ക് യോഗ്യമാകുന്നു. ദിവ്യവും സ്വർഗീയവുമായ ഈശ്വരരഹസ്യങ്ങളുടെ മുമ്പാകെ ഭയങ്കരമായ ഈശ്വര കുർബാനയുടെ മുമ്പാകെ പരിശുദ്ധ പിതാവിനാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം.
ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടപാടിന്റെ കുറ്റങ്ങൾ വായിക്കപ്പെടുവാനും വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തോത്രം സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവ്വശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും
സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ശുഭത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. Maria.
തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധാത്മീയന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു. ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി ചെയ്യപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ കാവ്യമായി എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധാത്മീയന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇപ്രകാരം അരുളി ചെയ്തു. ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ചെയ്യപ്പെടുകയും പാപമോചനത്തിൽ ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു. ഇതിന്റെ കൂടെ തന്നെ ഇതിനെ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണവും കബറിടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുകയും എന്നുള്ള നിർദ്ദേശമുണ്ടായി നൽകി. പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങൾ വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവ്വശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ പ്രതാപനെ പൊരുതിനെ ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭയങ്കരമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നോട്ട് പ്രാർത്ഥിക്കുകയും കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ
അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെ
പുരോഹിതന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏകീയന്മാരെയും സാധുന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും യജമാനും പിന്നോട്ടക്കാരനുമായ മാറിവിഭാഗാനായും ശമാശന്മാരെ പ്രധാനിയും സാധുന്മാരും മുമ്പിലുമായ പരിശുദ്ധനും മഹത്വമുള്ളവരുമായ സ്നേഹാനുസ്ലിയും സ്നേഹന്മാരായ ഉന്നതപ്പെട്ട പത്രോസ്നെയും പൗലോസ്നെയും നമ്മുടെ പിതാവായ മാർത്തോമാശ്രീയായും ശേഷം സർവശുദ്ധിമാന്മാരെയും ശുദ്ധിവതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂടെയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ ശ്രമിക്കുന്നവരെയും ദുഃഖിയായും കുസ്തുതികളെ പോലെ വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 ദിവസങ്ങളുടെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദേവനാസിയോസും അത്തനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും എലക്സിനോസും അന്തിമോസും യാവാനീസും അശുദ്ധമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനുമായ പ്രസിദ്ധനായ മോർക്കോറിലോസും സുറിയാനക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളവായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ അമേച്ച സ്ഥലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രേർക്കും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ മറിയാക്കോ പ്രധാനായും മാറപ്രേമും മറിയാക്കോവും മർസാഖും മാർബാനായും ദുഃഖിതന്മാരിൽ തലവനായ മർദർസമായും മാർഷമോദസുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർബായും യൽദമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ ഗ്രിഗോറിയോസും മാർദ്ദവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചോടും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുൻപും ഇവരോട് കൂടെയും ഇവരുടെ പിൻപുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അരൂപികളുടെയും സകലങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുത്ത് വന്നുയർന്നവരായി ഈ പരിശുദ്ധ മഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സർവ്വരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്നെ അടുത്തേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച 3 പ്രാവശ്യം കുറിയനായി
കൊല്ലപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും കുഴിയിൽ ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ കല്യാണത്തിന്റെ കുമാരത്തിൽ പുറപ്പെടുവാൻ ദയാകരണമേ. അവൻ മൂലമുള്ളവനെയും പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവൻ തന്നെ ശരണപ്പെടുന്നു.
വരുത്തുവാൻ നമ്മോടുകൂടെ കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Lord,
പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രിയ ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദരായ സഹോദര പിതാക്കന്മാരെ, ബഹുമാനരായ വന്യരായ അമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, വൈദിക വിദ്യാർത്ഥികളെ, സന്യാസിനി സഹോദരികളെ, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, 8 പതിറ്റാണ്ട് മുമ്പ് മലങ്കര സഭയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പരിശുദ്ധ ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് പിതാവിൻ്റെ 80ാമത്തെ ഓർമ്മ പെരുന്നാൾ നാം ഇന്ന് നിലയിൽ നിന്നും ഒക്കെയായി ആചരിക്കുകയാണ്. മലങ്കര സഭയുടെ കരുത്തും ബലവും എന്ന് പറയുന്നത് പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ മധ്യസ്ഥതയും അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുടെ പിൻബലവുമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാം ഏത് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നുവോ ആ പിതാവ് നിറഞ്ഞ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നുണ്ട്. നമ്മുടെ സഭയുടെ അസ്തിത്വം വേണ്ട പോലെ നമ്മെ ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി സ്വന്തം ജീവൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി ജീവിച്ചൊരു പിതാവാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹ ഒരിക്കൽ ഓർമ്മിപ്പിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. പ്രത്യേകിച്ച് പരിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ യേശുക്രിസ്തു ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആശയമാണ് ഞാൻ സത്യം ആകുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് യേശുവിനെ വിസ്തരിക്കുന്ന പീലാത്തോസിന് അത് മനസ്സിലായില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. പക്ഷെ അതിനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പീലാത്തോസിനോട് സത്യത്തെക്കുറിച്ച് പിന്നെ അധികം വിവരിക്കേണ്ടതില്ല എന്ന് യേശുമിശിഹ കരുതി എന്ന് വേണം പറയുവാൻ തക്കമാണ്. പരിശുദ്ധ ദിവന്നാസിയോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സത്യത്തിൻ്റെ പ്രവാചകനായിരുന്നു. സത്യം എന്താണെന്ന് ഒരു പക്ഷേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വിശകായി പോകാറുണ്ട്. സത്യമെന്ന് പറയുന്നത് വാക്കുകളാലുള്ള ഏതാനും നിർവചനമോ ഒന്നുമല്ല. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ സത്യം എന്നുള്ള പദപ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ള സാരാംശം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പരിശുദ്ധ പട്ടശ്ശേരി തിരുമേനി സത്യത്തിൻ്റെ പ്രവാചകനാകുന്നുവെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെ പല അർത്ഥതലങ്ങളുണ്ട് എന്ന് പറയാതിരിക്കുന്നില്ല. സത്യത്തിന് വേണ്ടി നിലകൊണ്ട് അതിനുവേണ്ടി പോരാടി സഭയുടെ കെട്ടുപണി നിർവഹിച്ച ഒരു പിതാവ്. നമുക്കറിയാം, പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ്
ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാനും സ്വജീവൻ അർപ്പണം ചെയ്യുവാനും തക്കവണ്ണം സന്നദ്ധനാകുന്നത്. അപ്പോൾ സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് ഏത് പിതാവിൻ്റെയും പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ അനുയായികളിൽ ആരും എല്ലാവരും തന്നെ ആ ഒരു തലത്തിലേക്ക് ജീവിതത്തെ നയിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ പരിശുദ്ധ പട്ടശ്ശേരി തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോഴും അദ്ദേഹം സത്യത്തിൻ്റെ വഴികാട്ടിയായിരുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി പ്രയത്നിക്കുന്നത്. അത് ഭൗമികമായ ഏതെങ്കിലും ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയോ പ്രസിദ്ധിക്ക് വേണ്ടിയോ ആരോടെങ്കിലുമുള്ള ശത്രുത കൊണ്ടോ ആരെയെങ്കിലും വേദനിപ്പിക്കണമെന്ന് വെച്ചോ ഒന്നുമുള്ള പ്രവർത്തനമല്ല. സത്യത്തിൻ്റെ പ്രവാചകനാകുമ്പോൾ സത്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി മാറുമ്പോൾ ഒരുപാട് പ്രവൃത്തികളിലേക്ക് നമ്മൾ താനെ ആയിപ്പോകും. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പിലേക്ക് കടന്നു വരുന്നത് മോശ എന്ന് പറയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ കൂടിയാണെന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാൾ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് എല്ലാ പിതാക്കന്മാർക്കും ആ പദവി ഒരുപക്ഷെ അനുയോജ്യമാണെങ്കിലും പരിശുദ്ധ പട്ടശ്ശേരി തിരുമേനിയുടെ പൂർവ്വബുദ്ധിയും ആ പിതാവിൻ്റെ സത്യസന്ധതയും ആ പിതാവിൻ്റെ ബുദ്ധിശക്തിയും വിവേകവും ഒക്കെ പരിശോധിക്കുമ്പോൾ മലങ്കര സഭയുടെ വീണ്ടെടുപ്പുകാരൻ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വീണ്ടെടുപ്പുകാരൻ, ചരിത്രത്തിൻ്റെ താളുകളിൽ എപ്പോഴൊക്കെയോ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അടിമത്തത്തിലേക്ക് നാം വഴിപ്പോയി. ആ അടിമത്തത്തിലേക്ക് വഴിപ്പോയി അത് സത്യത്തിന് നിരക്കാത്തതാണെന്ന് തിരിച്ചറിഞ്ഞൊരു പിതാവ്. അതുകൊണ്ട് അദ്ദേഹം സത്യത്തിൻ്റെ പ്രവാചകനായി, സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി, സഭയുടെ കെട്ടുപണിക്കാരനായി തീരുകയാണ്. പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെയും ജീവിതത്തിൻ്റെ ഒരു മാതൃക ആ വിധത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ശിഷ്യരെയും അനുയായികളെയും സമഗ്രമായി ഭൂമിയിൽ നിന്ന് നശിപ്പിക്കുവാൻ തക്കവണ്ണം കച്ചകെട്ടിയിറങ്ങിയ ഒരു യുവ പണ്ഡിതനെ യേശു ക്രിസ്തു പിടിച്ചെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യനാക്കി മാറ്റുകയാണ്. ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ആ സത്യത്തിൻ്റെ കെട്ടുപണിക്കാരനും സ്വാതന്ത്ര്യത്തിന് വീണ്ടെടുപ്പുകാരനുമായി മാറുകയാണ്. ദമസ്കോസിന്റെ അനുഭവത്തിൽ ചോദിക്കുന്നുണ്ട്, അശരീരിയായ ശബ്ദം പറയുന്നുണ്ട്, എന്തുവാ ശൗലേ ശൗലേ നീ എന്താണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഉടനെ ഈ യുവ പണ്ഡിതനായ ശൗലേ മറുപടി പറയുന്നുണ്ട്, ഞാൻ അങ്ങയെ ഉപദ്രവിച്ചില്ലല്ലോ. അല്ല, യെരുശലേമിൽ പാർക്കുന്ന എൻ്റെ അനുയായികളെ, എൻ്റെ ശിഷ്യരെ നീ ഉപദ്രവിക്കുന്നത് എന്നെ ഉപദ്രവിക്കുന്നത് തുല്യമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് സത്യം തിരിച്ചറിയപ്പെടുകയാണ്. അവിടെ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി, സഭയുടെ കെട്ടുപണിക്കാരനായി പരിശുദ്ധനായിരുന്ന പൗലോസ് അപ്പോസ്തലൻ പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ദൈവം അപ്രകാരം ഒരു നിയോഗമാണ് വന്യ പരിശുദ്ധ പിതാവിനെ ഏൽപ്പിച്ചത് എന്ന് വേണം കരുതാൻ. നാം ചിലപ്പോഴൊക്കെ പറയും, അദ്ദേഹം എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ, സത്യം തിരിച്ചറിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പുകാരനായി, സഭയുടെ കെട്ടുപണിക്കാരനായി ആ നിയോഗം നിറവേറ്റുവാൻ തക്കവണ്ണം ആത്മാർപ്പണം ചെയ്യുവാൻ തക്ക വിധത്തിൽ അദ്ദേഹം സന്നദ്ധനായി എന്നുള്ളതാണ്. സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ അല്ലാതെ ജീവിതം കടന്നു പോവുകയില്ല.
അത് ഒരാളുടെ മാത്രമല്ല, ആരും തന്നെയായിരുന്നാലും ആ പാതയിലൂടെ പോകുന്നവർക്ക് ഒരു ഈസി പാത്ത് ഒരുക്കിയുമായിരിക്കും. കാരണം അത് ഒരു ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ പാത അതിജീവിക്കുവാനുള്ള ധാർമ്മിക ധൈര്യവും കരുത്തും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് എൻ്റെ നിരീക്ഷണം. അതുകൊണ്ട് ഈ വന്യപിതാവ് അനുഭവിച്ചിട്ടുള്ള യാതനകൾ എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും അത് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ചിന്തിച്ചെടുക്കുവാൻ പ്രയാസമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഏറെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വന്യപിതാവ് ഒരുപക്ഷെ വിദേശ മേധാവിത്വത്തിന്റെ കൗശലങ്ങളും വിദേശ മേധാവിത്വത്തിന്റെ തന്ത്രങ്ങളും തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ പ്രവാചകനായി തീർന്നു കഴിഞ്ഞപ്പോൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യത്തിന് വീണ്ടെടുപ്പുകാരനായിട്ട് മുന്നോട്ട് പോവുകയാണ്. അകത്തും പുറത്തും ശത്രുക്കളാണ്. എന്തിനെ എങ്ങനെ എന്ന് ചോദിക്കുന്ന അകത്തെ ശത്രുക്കൾ, പുറത്തുനിന്നുള്ള ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണിയാകാവുന്ന അന്തരീക്ഷം. പക്ഷെ അവിടെയൊന്നും ആ പിതാവിനെ അതിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കുവാനോ തിരിച്ചറിഞ്ഞ സത്യത്തിന് എതിരായി നിൽക്കുവാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. മലങ്കര സഭ 15-ാം നൂറ്റാണ്ട് വരെയും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ദേശീയതയുടെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ച കഴിഞ്ഞുകൂടിയ ഒരു സഭയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ നമ്മെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കി അനുയായികളാക്കി തീർത്തതിന് ശേഷം 10-15 നൂറ്റാണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മേധാവിത്വത്തിന്റെയോ അടിമത്തത്തിന്റെയോ ആപത്തുകൾ കൂടാതെ നമ്മൾ ജീവിച്ചു. ഹൈന്ദവ രാജാക്കന്മാരുടെ ഉണ്ടായിരുന്നു. അവരെ ക്രൈസ്തവരെ വിശ്വസിച്ചു, ക്രൈസ്തവരെ ബഹുമാനിച്ചു, പദവികൾ നൽകി നമ്മെ സത്യസന്ധരാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അവിടെയൊന്നും ഒരു കുഴപ്പമില്ല. 16-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിന്റെ പകുതിയായപ്പോഴേക്കും ഇവിടെ എന്തുണ്ട് എന്ന് എത്തി നോക്കത്തക്കവണ്ണം വിദേശികളിൽ ആരൊക്കെയോട് വന്ന് എത്തി നോക്കിയപ്പോൾ ഇത് വളക്കൂറുള്ള മണ്ണാണ്, ഈ മണ്ണ് നല്ലതാണ്, ഇവിടെ നമുക്ക് വ്യാപാരം ചെയ്ത് കളയാം. വ്യാപാരം ചെയ്യുക മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. വ്യാപാരം ചെയ്ത് രാജ്യത്തിന്റെ ഉടമസ്ഥതയുടെ താക്കോൽ അവരുടെ കയ്യിലായി. ഈ നാട്ടുരാജാക്കന്മാരെ തനിച്ച് ഈ ഭാരതത്തിന്റെ മുഴുവൻ ഏകദേശം മുഴുവനും ഉടമസ്ഥതയുള്ളവരായി. പോകട്ടെ, അങ്ങനെ രാഷ്ട്രീയ അധികാരം മാത്രമല്ല അവർ കൈക്കലാക്കിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സത്യസന്ധരായ ക്രിസ്തീയ സഭകളുടെ വിശ്വാസവും അട്ടിമറിച്ചു. അതും അവരെ നമ്മെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട് എന്നുള്ളത് വിധത്തിലായിരിക്കാം. അവിടെയൊക്കെയാണ് സത്യത്തിന്റെ പ്രവാചകനും സത്യത്തെ തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വീണ്ടെടുപ്പുകാരനുമാകുന്ന അഭിഷേകത്തിന്മേയുടെ ആ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദിവസത്തിന്റെ പ്രാധാന്യം കൊണ്ടൊന്നും ഞാൻ അയവിറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ആ പിതാവിനെ നമ്മൾ ഓർക്കണം. ആ പിതാവിന് മാത്രമല്ല, ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടത്തക്കവണ്ണമുള്ള വിധത്തിൽ ജീവിച്ച ഒരുപാട് പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്തും ബലവും എന്നുള്ളത് ഓർക്കുക. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് കൂട്ടായിരിക്കട്ടെ, നമുക്ക് ബലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ പ്രാർത്ഥനയെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Sweet
ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരത്തിന് രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ ദൈവിഷ്ടത്തെ പ്രസാദിച്ചിട്ടുള്ള സകലരോടും കൂടി സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമേൻ. ഗാത്രം
ധ്യാനത്തിന്റെ അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലമോന്റെ കൂടെ നിന്റെ പരിശുദ്ധമായിരിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും ഇപ്പോഴും നിന്ന് പ്രയോഗ്യമാകുന്നു. ഓശോ വകുല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള തല ഉദിക്കണം. ഞങ്ങൾക്കനുസരണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപമാനപുരാനെ എന്റെ ആഗമനത്തിൽ കെട്ടുപോകാതെ അഗ്നിക്ക് ഭക്ഷണമായിട്ട് നിങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്കുന്നില്ലേ എല്ലാവരും ശുക്രവായും സ്തോത്രമുണ്ടായിരിക്കുന്നു. ഹോശോ വക്കൂല സുബാൻ സഭയുടെ വിത്തിയെ ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്യ ആചാര്യന്മാർ സമ്മാസന്മാർ കോറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. തണയാൻ മാർഗം തെളിയിച്ചവനാം മോദീവന്നാസ്യോസ് ഓർക്കുന്നിവർ നിൻ പാവനചരിതം മംഗളമിവരിൽ പരനരുളിടാൻ പ്രാർത്ഥിക്കണമേ. പാപവിമോചന ഭാവുകമെങ്ങൾ കുളവാകണമേ. വേഗം കൂടും തൂവലിന പ്രതികാരം നേടി ചിറകാൽ പാറി പൊങ്ങും ദീവാനിൽ നിൻ സുഖത്താരുടയോനെ എതിരേൽപ്പാൻ നീ ചെന്നെത്തും. സഹോദരനും വാക്യമുള്ളവരുമേ, കർത്താവിന്റെ പാപരിയാറുണ്ടാകുന്ന വെളിവിടത്തിൽ നിന്ന് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധാത്മത്തിന്റെ കൃപയ്ക്കും ധനങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരിണയിപ്പിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോവുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ എതിരുള്ളവരും കർത്താവിന്റെ ഏകത്യമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാകരവുമായ നിർവഹിക്കപ്പെട്ടവരുമേ ഈ കൃത്യങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, ഞങ്ങളുടെ പാപങ്ങളെ മോചിക്കും, ഞങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോയെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജീവമാഭാവ്യമായ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോവുകയും എന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും.